നമസ്കാരം കൂട്ടുകാരെ. നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ മാർക്കറ്റിൻ്റെ ഒരു വിശകലനവും അത് വച്ചുകൊണ്ടുള്ള ഇനി വരാൻ പോകുന്ന മാർക്കറ്റിൻ്റെ ഒരു ടാർഗറ്റ്സ് ലെവൽസൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കിക്കൊണ്ടുള്ള ഒരു നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും മാർക്കറ്റ് പ്രൊഫൈൽ വീക്കിലി അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ക്രിയേറ്റീവ് ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിലേക്ക് സ്വാഗതം. ഒരിക്കൽ കൂടി ഞാൻ വിഷ്ണു ഗുപ്തൻ. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടന്റ് കണ്ടതുപോലെ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിസും അതിൻ്റെ ഒരു പ്രൊജക്ഷനും മറ്റുള്ള വീഡിയോസാണ്. സോ നമുക്ക് ചുമ്മാ ഈ കാര്യങ്ങൾ അല്ലാതെ വലുതും പറഞ്ഞുകൊണ്ടിരിക്കാതെ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ നിങ്ങളിപ്പം കാണുന്നത് എന്താണ്, ഇതാണ് ഇപ്പം നിങ്ങൾ കാണുന്ന നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ വ്യൂ. ഇതാണ് നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ചാർട്ടാണ് നിങ്ങൾ കാണുന്നത്. ഈ ചാർട്ടിൽ കാണുന്നത് പോലെ നിഫ്റ്റി കഴിഞ്ഞ മാസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയിൽ നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പ്യുവർലി ഒരു ബാലൻസ്ഡ് പ്രൊഫൈലായിരുന്നു. അതായത് ഒരു ബെൽ ഷേപ്പ്ഡ് തിക്നെസ് കണ്ടോ, അത്രയും ഈ തിക്നെസ് വന്ന ബെൽ ഷേപ്പ്ഡ് പ്രൊഫൈലാണ് നിഫ്റ്റി നിൽക്കുന്നത്. നിഫ്റ്റിയുടെ POC വന്നിരിക്കുന്നത് വീക്കിലി POC 22,564, വീക്കിലി VAH വന്നിരിക്കുന്നത് 22,616, വാല്യൂ ഏരിയ ലോ വന്നിരിക്കുന്നത് 526 സോ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി 616, 563, 526 എന്ന് പറഞ്ഞാൽ ആ ബസ് ഷട്ടിലടിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്. അപ്പം ഒരു നിഫ്റ്റിയെ സംബന്ധിച്ചൊരു നിഫ്റ്റി നല്ലൊരു മൂവ്മെൻറ്റ് തന്നിട്ടില്ലായിരുന്നു നിഫ്റ്റിയിൽ. കൂടാതെ നിഫ്റ്റി വീക്കിലി സംബന്ധിച്ച് നിഫ്റ്റി നോക്കുമ്പോൾ ഒരു ന്യൂട്രൽ വീക്കാണ് കഴിഞ്ഞ ആഴ്ച സംഭവിച്ചത്. കഴിഞ്ഞ ആഴ്ച ന്യൂട്രൽ വീക്കായിരുന്നു. കൂടാതെ മുകളിലും താഴെയും ചെറിയൊരു സിംഗിൾ പ്രിൻസ് ഉണ്ടെങ്കിൽ പോലും നിഫ്റ്റിയെ സംബന്ധിച്ച് പ്യുവർലി ഒരു ബാലൻസ്ഡ് വീക്കായിരുന്നു കഴിഞ്ഞ ആഴ്ച നടന്നത്. നമുക്കിനി ഈ ആഴ്ച നോക്കാം. നിഫ്റ്റിയെ സംബന്ധിച്ച് നമുക്ക് 2-3 സിനാരിയോസ് നോക്കിയിട്ടുണ്ട്. ഈ ബാലൻസ്ഡ് പ്രൊഫൈലിനകത്ത് നിഫ്റ്റി നിന്ന് കളിക്കുന്നിടത്തോളം കാലം അവൻ എന്ത് ചെയ്യും, 80% റൂളെന്ന് പറഞ്ഞ ട്രേഡ് സെറ്റപ്പ് തരാം. നമുക്ക് ഈ ബസ് ഞാൻ പറഞ്ഞ പോലെ ബസ് എവിടെ 22,526 നിന്നും 22,616 വരെയുള്ള 90 പോയിന്റ് ഷട്ടിലടിച്ചുകൊണ്ടിരിക്കുകയാണ് ബസ്. POC 22,564 എന്ന് പറഞ്ഞ ആ റേഞ്ച്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ നോക്കേണ്ടത് ഈ വരുന്ന നാളെ തിങ്കളാഴ്ചയാണ്, പുതിയ വീക്കിൻ്റെ ഫ്രഷ് ഡേ ആണ്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി 22,616 മുകളിൽ നിഫ്റ്റി ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ഫസ്റ്റ് ടാർഗറ്റ് എന്ന നിലയിൽ ഈ വന്ന ഹൈ 22,666, 670 റേഞ്ചിൽ ആ ഹൈ ടെസ്റ്റ് ചെയ്യും. അതിന് മുകളിൽ നിഫ്റ്റിയിൽ ഏതുവരെ പോകാനുള്ള ചാൻസ് ഉണ്ട്, ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞ രീതിയിൽ ഈ ONSD ബാൻഡ് 22,792 ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈ 22,792 മുകളിൽ മാത്രമേ നിഫ്റ്റിയെ സംബന്ധിച്ച് പുതിയൊരു ഹൈ ആയ 23,025 എത്താനുള്ള സാധ്യതയുള്ളൂ. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മളൊക്കെ നോക്കാം, 22,616 മുകളിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, അത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് 22,670 റേഞ്ച് വന്ന ഈ കഴിഞ്ഞ ആഴ്ച നടന്നുപോയ ഹൈ ടെസ്റ്റ് ചെയ്യാനും, അതിന് മുകളിൽ 792, അതിന് മുകളിൽ 890, 23,025 ലെവലും വരാൻ ചാൻസ് ഉണ്ട്. ഇനി താഴോട്ടുള്ള ലെവൽ നിഫ്റ്റി നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം ബാലൻസ്ഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു ട്രേഡ് സെറ്റപ്പാണ്. ഒരു 80% റൂൾ, അതായത് നിഫ്റ്റിയെ സംബന്ധിച്ച് 22,616 താഴെ നിൽക്കുന്നിടത്തോളം ഈ ബസ് വീണ്ടും ഷട്ടിലടിക്കും. എങ്ങനെയാണ് താഴോട്ടെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന രീതിയിൽ താഴോട്ട് എവിടം വരെ വരും, 22,564, അതിന് താഴെ ഈ 526 വരെയും ചെയ്യും. ഈ 22,526 താഴെ ക്ലോസിൽ വന്നാൽ മാത്രമേ നിഫ്റ്റിയിൽ ഒരു സെല്ലിംഗ് നടക്കാവൂ. ആ സെല്ലിങ് ഫസ്റ്റ് ടാർഗറ്റ് എന്ന നിലയിൽ 22,473 പറഞ്ഞ പഴയൊരു POC ഇവിടെ കിടപ്പുണ്ട്, ആ ഏരിയയിലേക്ക് വരാനും, ആ 473 താഴെ 22,410, ആ 410 താഴെ 22,380, അതിന് താഴെ അടുത്ത ലെവലായ 22,328, ആ 320 താഴെ വരെയാണെങ്കിൽ അവനെ സംബന്ധിച്ച് ഈ സിംഗിൾ പ്രിൻസായ 22,247, 22,214 ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ഈ ഷട്ടിലിനകത്ത് നിൽക്കുന്നത് 22,526 തൊട്ട് 22,616 നിൽക്കുന്ന ഈ ഷട്ടിൽ നിൽക്കുന്നിടത്തോളം കാലം നിഫ്റ്റിയിൽ വലിയ സെല്ലിംഗ് നടക്കാനുള്ള ചാൻസ് ഇല്ല. സോ ഒരു 80% റൂൾ ട്രേഡിംഗ് പ്രകാരം 22,616 താഴെ നമുക്ക് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടും. 22,616 മുകളിലോ 22,526 താഴെയോ ഈ വീക്ക് വരാൻ പോകുന്ന വീക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്കൊരു ട്രെൻഡിങ് മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസ് കാണുന്നുള്ളൂ. നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ഫസ്റ്റ് ഡേ ആണ് വീക്കിലിയുടെ. സ്വാഭാവികമായിട്ടും വീക്കിലിയുടെ ഒരു ഇമ്പാക്ഷൻ നമുക്ക് നാളെ പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മൾ നോക്കേണ്ട രണ്ട് ലെവലെന്ന് പറഞ്ഞാൽ 22,616 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 660, 666, അതിന് മുകളിലാണെങ്കിൽ മാത്രമേ 22,792
22,792 പോകാനുള്ള ചാൻസ് ഉള്ളൂ. ഇനി താഴോട്ടാണെങ്കിൽ 22,526 താഴെ നിൽക്കുന്നിടത്തോളെങ്കിൽ മാത്രമേ ഇന്നലെ ഈ കഴിഞ്ഞ നടന്ന ലോസ് ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. അപ്പം പ്യുവർലി പറയുകയാണെങ്കിൽ ബാലൻസ് പ്രൊഫൈലായി നടന്നത് നിഫ്റ്റി സംബന്ധിച്ച്. സോ ബാലൻസ് പ്രൊഫൈൽ നടക്കുകയാണെങ്കിൽ ബാലൻസ് ടു ഇംബാലൻസ് എന്ന രീതിയിൽ ഈ വരാൻ പോകുന്ന നിഫ്റ്റിയിൽ എനിക്കൊരു ട്രെൻഡിങ് മൂവ് 616 മുകളിൽ കാണാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ പറയുക പോലെ ബസ് വീണ്ടും എങ്ങനെ ഷട്ടിലടിക്കും 22,616 തൊട്ട് 526 വരെയുള്ള ആ ഷട്ടിലേക്ക് ബസ് വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ ആണ്. ഈ ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ എന്ന് പറയുമ്പം ബാങ്ക് നിഫ്റ്റി എവിടം വരെ പോയി എന്ന് നമുക്ക് നോക്കണം. ഈ ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റിയെ പോലെ ഏകദേശം അവനെ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മൾ ബാങ്ക് നിഫ്റ്റി എവിടം വരെ പോയി, ഈ ബാങ്ക് നിഫ്റ്റിയെ പോലെ അവൻ ക്ലിയർലി പറയുകയാണെങ്കിൽ ന്യൂട്രൽ എക്സ്ട്രീം അപ്പ് ഡേ ആണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച്. ന്യൂട്രൽ എക്സ്ട്രീം വീക്കാണ് ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റി ഈ വീക്കിലി FA തന്നായിരുന്നു. ഈ 47,576 ലെവൽ വന്ന ആ ദിവസം വീക്കിലി FA തന്നായിരുന്നു. ബാങ്ക് നിഫ്റ്റിയുടെ POC ഇപ്പോഴും താഴെയാണ് നിൽക്കുന്നത്, മുകളിലോട്ട് അവൻ മെർജായിട്ടില്ല. 47,888 ഈ ബാങ്ക് നിഫ്റ്റിയുടെ POC നിൽക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടോ? ഈ 47,888 എന്ന ലെവലിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ POC നിൽക്കുന്നത്. സോ ന്യൂട്രൽ എക്സ്ട്രീം വീക്ക് ആയതുകൊണ്ട്, അതുകൂടാതെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് സ്പൈക്ക് ക്ലോസ് ആണ്. സ്പൈക്ക് ക്ലോസ് എന്ന് പറഞ്ഞാൽ 48,400 മുകളിൽ ബാങ്ക് നിഫ്റ്റി സ്പൈക്ക് വരികയുണ്ടായി. ആ സ്പൈക്ക് ഏകദേശം 48,725 ലെവലിൽ നിൽക്കുകയാണ്. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ 48,400 മുകളിൽ ഏകദേശം ഈ 3 ഏരിയ ലോ വോളിയം സോണാണ്. സോ ബാങ്ക് നിഫ്റ്റി നാളെ ഓപ്പൺ ചെയ്യുമ്പോൾ, നാളെ തിങ്കളാഴ്ച ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ 48,725 താഴെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഈ അനോമലീസായ ഈ ലോ വോളിയം സോൺസായ ഈ ഏരിയാസൊക്കെ ഫില്ല് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വീക്കിലി സിംഗിൾ പ്രിൻസ് ആയ 48,500 ലെവൽ 494ഉം അതിന് താഴെ 48,406 ലെവലും ഇങ്ങനെയുള്ള ഇത്രയും ഭാഗത്തൊരു സിംഗിൾ പ്രിൻസും കുറച്ച് ലോ വോളിയം ഏരിയയാണ്. അത് വേണമെങ്കിൽ കവർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇൻ കേസ് ഇനി അവൻ നടന്നില്ല, അപ്പോൾ നടന്നില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കും മുകളിലോട്ട് പോയാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ താഴോട്ട് വന്നത് എന്ത് ചെയ്യണം? ഇപ്പോൾ നമ്മൾ നോക്കാം. ഇനി മുകളിലോട്ട് പോയി ഇപ്പോൾ 48,725 മുകളിൽ അവൻ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഫസ്റ്റ് ടാർഗറ്റായ 48,968 ടച്ച് ചെയ്യാനും ഈ 48,968 മുകളിൽ അവനെ സംബന്ധിച്ച് 49,582 വരെ പോകാനും ചാൻസ് ഉണ്ട്. ഇത് വീക്ക്ലി വ്യൂ ആണ്, ഒരിക്കലും ഡെയിലി വെച്ച് കമ്പയർ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ പ്രകാരം 48,725 മുകളിൽ അവ നിൽക്കുകയാണെങ്കിൽ 48,968 അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ 49,582 എന്ന് പറഞ്ഞ ലെവലിൽ എത്താൻ ചാൻസ് ഉള്ളൂ. ഇനി താഴോട്ട് ലെവലാണെങ്കിൽ 48,720 താഴെ നിൽക്കുകയാണെങ്കിൽ അവനെ സംബന്ധിച്ച് 48,500 അതിന് താഴെ 48,400 ഈ രണ്ട് സിംഗിൾ പ്രിൻസും ഫില്ല് ചെയ്യാനും അതിന് താഴോട്ട് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഏതാണ് നെക്സ്റ്റ് ലെവലായ 48,215 അതിന് താഴെ 48,077 അതിന് താഴെ 47,888 എന്ന് പറയുന്നത് ഈ POC ടച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് POCയിലേക്ക് സംബന്ധിച്ച് നോക്കുമ്പോൾ ഏകദേശം 600-800 പോയിന്റ് താഴെ നിൽക്കുകയാണ്. അത് എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീക്ക്ലി VWAPന് താഴെ 48,354 എന്ന് പറഞ്ഞാൽ വീക്ക്ലി VWAPന് താഴെ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ആ POCയിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നുള്ളൂ. ഇനി നാളെ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ലെവൽ വെച്ച് മുകളിലോട്ടുള്ള ലെവൽ ഞാൻ പറഞ്ഞു, താഴോട്ടുള്ള ലെവൽ ഞാൻ പറഞ്ഞു. നിങ്ങൾ ഈ രണ്ട് വീക്ക്ലിയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ വീക്കിലി നമുക്കൊരു ക്ലിയർ ആയിട്ടൊരു പിക്ചർ തരും, നമ്മളെ വീക്ക് എങ്ങനെ ട്രെൻഡ് ചെയ്യുന്നു, ട്രെൻഡിങ് പോസിറ്റീവ്നെസ് കാണുന്നുണ്ടോ എന്ന്. സാധാരണ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ന്യൂട്രൽ എക്സ്ട്രീം ഡേയ്സ് സാധാരണ വരും ദിവസങ്ങളിലോ വരും വീക്കുകളിലോ വരും മന്തുകളിലോ റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കുറവാണ് മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നാളെ നോക്കേണ്ടത് ഈ 48,725 മുകളിൽ ബാങ്ക് നിഫ്റ്റി അക്സെപ്റ്റൻസ് നടക്കുന്നുണ്ടോ, വോളിയം ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ 48,968 അതിന് മുകളിൽ 49,582 വരാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ല ബാങ്ക് നിഫ്റ്റി നാളെ 48,728 താഴെയാണ് നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ലെവലായ 48,500 400 അതിന് താഴെ 354 ഈ 354 താഴെ പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ വീക്ക്ലി POC ആയ 47,888 വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്.
സോ അപ്പം നിങ്ങൾ ഈ 2 ലെവൽസും വർക്ക് ചെയ്ത് വെച്ചേക്കുക. ഈ വീക്കിലിയുടെ ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന വീക്കുകൾ, ഈ വീക്കിൽ എങ്ങനെയാണ് മാർക്കറ്റ് പെർഫോം ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ബാങ്ക് നിഫ്റ്റി ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പ് വീക്കായിരുന്നു. നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ഒരു ബാലൻസ്ഡ് വീക്കായിരുന്നു, പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ആയിരുന്നു. നിഫ്റ്റി മൂവ് ചെയ്തിട്ടില്ല പറയുകയാണെങ്കിൽ. സോ നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റിയെ സബ്ഡ്യൂഡ് കൊണ്ട് നിഫ്റ്റി വേണമെങ്കിൽ ഈ വരുന്ന വീക്കിൽ നിഫ്റ്റി കുറച്ച് കയറുവാനോ ഇറങ്ങുവാനോ മൂവ്മെൻറ്റ് തരുന്ന ചാൻസ് ഉണ്ട്. എത്രത്തോളം ബാലൻസ് ക്രിയേറ്റ് ചെയ്യും അത്രത്തോളം മൂവ്മെൻറ്റ് വളരെ ഹാർഡായിട്ട് കിട്ടും. എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റുമാണ് ഞങ്ങളുടെ ഊർജ്ജം. സോ ഈ വീഡിയോയിൽ നിന്ന് ഞാൻ വിട പറയുന്നത് നിങ്ങളുടെ വിഷ്ണുഗുപ്തൻ.